ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ വന്നതെന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധത്തിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ ഇസ്രായേലികൾ ഏകദേശം ഇറാൻ്റെ മിസൈലൊക്കെ വന്ന് വീണപ്പോഴേ ഇസ്രായേലികൾ പായിന്ന് ഓടിക്കഴിച്ചിട്ടുണ്ട്. ഏകദേശം ജനങ്ങളൊക്കെ ഓട്ടം പഠിച്ചത് ഈ സമയത്താവും. ഇസ്രായേലിൽ ഓട്ടം കൊണ്ട് ഓടുന്നവരോ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ വെച്ചാൽ, നമ്മളെ കബീർ ബാക്കവിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അവസാനം നാൾ ഒരു വിളിപ്പാടകലെ എന്ന് പറഞ്ഞിട്ടൊരു പ്രസംഗം അതിൽ കബീർ ബാക്കവി ആ ചരിത്രങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. അപ്പോൾ അതിലുണ്ട് ജൂതന്മാർ ഒരു ഓല നാട്ടിൽ നിന്ന് ഓടിക്കഴിച്ചിലാണ് ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡ് പറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ മറുവിൽ ഒളിക്കുന്നു, അവിടെ മാത്രമേ എനിക്ക് അഭയമുള്ളൂ, ബാക്കിയുണ്ട് എവിടെ ഒളിച്ചാലും വിളിച്ച് പറയുന്നൊക്കെ, ഇനി ഒരു കല്ലിൻ്റെ മറുവിൽ ഒളിച്ചാലും വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ ഏകദേശം ഒളിക്കാനുള്ള സമയം ആയിക്കണമെന്ന് ഇങ്ങനെ തോന്നൽ ഇതൊക്കെ കേൾക്കുമ്പോൾ. കബീർ ബാക്കിൻ്റെ പ്രസംഗം നല്ലൊരു സൂപ്പർ പ്രസംഗമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വെച്ചാൽ മതി. ഓരോന്ന് കാണുമ്പോഴേ ചരിത്രത്തിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയാം. ഒരു അമ്മ ഈ ഓട്ടപ്പം തന്നെ ഓടൽ തുടങ്ങിയാണ്. അപ്പോൾ ഇനി എത്രത്തോളം ഓടണം, ഇനി എത്ര പോലെ ഓടാനുണ്ടാവും അവർക്ക്. ഇതൊക്കെയാണ് അവസ്ഥ. ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങൾ ഞങ്ങനെ കണ്ടപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓക്കെ അല്ലേ?